ഹായ് പ്ലസ് ടു മക്കളെ, ഈ ഒരു ഓണം പരീക്ഷയ്ക്ക് ഫിസിക്സിന്റെ കേസിൽ ഏത് ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്താലും അതിലെ 75% ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഈ 36 ഷുവർ ഷോട്ട് ചോദ്യങ്ങളിൽ നിന്നാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് എജ്യൂപോർട്ട് തരുന്ന ഗ്യാരണ്ടിയാണ്. ഈ ചോദ്യങ്ങൾ പഠിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ ബാക്കി ചോദ്യങ്ങളുടെ ആൻസർ തപ്പിപ്പോയാൽ മതി. ഈ PDF നിങ്ങൾ മാക്സിമം റിവൈസ് ചെയ്ത് ക്ലിയർ കട്ട് ആൻസർ സെറ്റ് ആക്കണം. ഞാൻ എന്ത് ചെയ്യണം, ആദ്യമേ റിപ്പീറ്റഡ് ആയിട്ട് പറയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒഫീഷ്യലായിട്ട് വന്ന അറിയിപ്പ് പ്രകാരം 4 ചാപ്റ്റേഴ്സാണ് എക്സാമിനുള്ളതെന്നുള്ള കാര്യമാണ്. അതിൽ 4 ചാപ്റ്റേഴ്സിൽ 1-ാം പാഠവും 4-ാം പാഠത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങളിൽ 60% മാർക്കും ക്യാരി ചെയ്യുന്നത്. നമുക്കൊരു 30ന്റെ മുകളിൽ 30% പ്ലസ് 1-ാം ചാപ്റ്ററിൽ നിന്നും ഒരു 4th ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. ഒരു 30 to 40% എന്തുള്ളൂ, സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, മാർക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടുള്ളൂ. സോ ഒരു കാരണവശാലും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിക്കാം. അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നമ്മൾ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നമ്മൾ 8 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ 6 ചോദ്യങ്ങളും അതേപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ 12 ചോദ്യങ്ങളുമായിരിക്കും നമ്മൾ ഷുവർ ഷോട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു സർപ്രൈസും കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഭംഗിയുള്ള കിഡിലനായി ഓർഗനൈസ് ചെയ്ത ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണ്. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യത്തിൽ. ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ഈസി ഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലസ് ടുവിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഫിസിക്സിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഞാൻ റൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിൽ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ടും ഇതിൻ്റെ ആൻസേഴ്സ് അടങ്ങിയ PDF-ഉം നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ചാനലിലായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കിട്ടിയില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. റെഡി. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കുകയാണെങ്കിൽ ചാപ്റ്റർ നമ്പർ 1-ൽ നിങ്ങൾക്ക് 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷുവർ ഷോട്ടായിട്ട്. അതിൽ 1-ാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ 3 പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞ ചോദ്യമാണ്. ഒറ്റ കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. ഇതേപോലെ ഒരു സ്ലൈഡ് കണ്ട ഉടനെ ഞാൻ ഇപ്പോൾ സ്ലൈഡ് മാറ്റി കഴിഞ്ഞാൽ ഈ സ്ലൈഡിൽ ഇപ്പോൾ 4 ചോദ്യങ്ങളുണ്ട്. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ എത്ര ആൻസേഴ്സ് അറിയും എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. അതായത് 1-ാമത്തെ ആണെങ്കിൽ 1-ാമത്തെ ചാപ്റ്റർ 1-ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ടിക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്നെ ഉറപ്പുവരുത്താം ഈ 36 നിങ്ങൾക്ക് നിലവിൽ എത്ര ചോദ്യങ്ങൾ അറിയാമെന്നുള്ള കാര്യത്തിൽ. സെക്കൻഡ് ചോദ്യം നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ചാർജ് ഇൻ 1 കൂളോം എന്ന് പറഞ്ഞ ന്യൂമറിക്കൽ ടൈപ്പ് ചോദ്യമുണ്ടാവും. വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ +1 പകരം വേറെ വാല്യൂസും എക്സ്പെക്റ്റ് ചെയ്ത് വെക്കണം. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. അടുത്ത ചോദ്യം സ്റ്റേറ്റ് കൂളോംസ് ലോ എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ ചോദ്യം ഉണ്ടാവും. കൂളോംസ് ലോ അങ്ങ് ചാമ്പിയേക്ക്. ഇനി അതിൻ്റെ എക്സ്പ്രഷൻ വെക്റ്റർ ഫോമിൽ ടീച്ചേഴ്സ് ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ആ ഒരു വെക്റ്റർ ഫോം ഒന്ന് പഠിച്ചു വെക്ക്. അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും അതിൻ്റെ ഫൈനൽ ഇക്വേഷനിൽ ഒന്ന് പഠിച്ചു വെക്ക്. ഇനി അടുത്ത ചോദ്യം വാട്ട് ഈസ് ഇലക്ട്രിക് ഫീൽഡ് എന്നാ. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളതിന് ഒരു ഉത്തരം നിങ്ങളെ കയ്യിൽ വേണം. സിമ്പിൾ ആൻസർ മതിയടാ, ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം. ഇനി അതിൻ്റെ ഒരു 3 പ്രോപ്പർട്ടി എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണേ. അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണമെങ്കിലും. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ മീറ്റ് അല്ലെങ്കിൽ നെവർ ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഇത് വളരെ വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അത് ജസ്റ്റിഫൈ ചെയ്യാനും കൂടി നിങ്ങളോട് ചോദിക്കും. ഓക്കെ, നിങ്ങളതെന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഈ ചോദ്യം ഒരു ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. പലരും അതിൻ്റെ ഇക്വേഷൻ മാത്രമാണ് പഠിക്കുക, പോരാ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡെഫിനീഷനും അതിൻ്റെ ഇക്വേഷനും പഠിക്കണം. ഇനി അതിൻ്റെ യൂണിറ്റും പഠിച്ചേക്കണ 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇനി ഈ ഡൈപോളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡെറിവേഷനിൽ ടീച്ചേഴ്സ് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാണുന്നതാണ്. അറ്റ് ആക്സിയൽ ലൈനാണ് നിങ്ങൾക്ക് കൂടുതൽ ചാൻസ്. ഒരു 75% ഞാൻ ചാൻസ് കാണുന്നത് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണുന്നതാണ്. ഒരു 25% മറ്റേ ആളുണ്ട്, ആര്, ഇക്വിറ്റോറിയൽ ലൈൻ. അതും കൂടി ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു 25% അവിടെ വെക്കുന്നു. നിങ്ങൾ ആദ്യം ആക്സിയൽ ലൈൻ പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇക്വിറ്റോറിയൽ ലൈൻ പഠിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് വാട്ട് ഹാപ്പൻസ് ടു ഇലക്ട്രിക് ഡൈപോൾ വെൻ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചത്.
വാട്ട് ഹാപ്പൻസ് ടു ഇലക്ട്രിക് ഡൈപോൾ വെൻ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അത് കറങ്ങും, റൊട്ടേറ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അത് എഴുതി വെച്ചേക്കണേ. ഇനി അതിൻ്റെ എക്സ്പ്രഷൻ ഫോർ ടോർക്ക്, അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ഒരു 3 സ്റ്റെപ്പ് അതങ്ങ് പഠിച്ചേക്ക്. ഇനി നമുക്ക് അടുത്തത് ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഇതൊക്കെ വാട്ട് ഈസ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിനീഷൻ നിങ്ങളെ കയ്യിൽ വേണം. ഫ്ലക്സ് എന്താണെന്നും അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്നും അതിൻ്റെ യൂണിറ്റ് എന്താണെന്നും പഠിച്ചേക്കണം. ശരി, ഇനി അടുത്തത് ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യാനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, ഗ്യാരണ്ടിയാണ്. ഗോസസ് ലോ ഉറപ്പായും ചോദ്യപേപ്പറിൽ ഉണ്ടാകും. ഇനി ഗോസസ് ലോൻ്റെ ഡെറിവേഷൻസ് ഉണ്ട്, അപ്ലിക്കേഷൻസ്. അതിൽ 3 അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഞാൻ കൂടുതൽ സാധ്യത കാണുന്നത് നമ്മളുടെ ചാർജ്ഡ് ഷെൽ എന്ന് പറഞ്ഞൊരു ഡെറിവേഷൻ ഉണ്ട്. അതിൽ തന്നെ ഔട്ട്സൈഡും ഇൻസൈഡുമുള്ള ഡെറിവേഷനാണ് കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. ഇനി നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം മാത്രം, ഈ ചാർജ് ഷെൽ പഠിച്ചതിന് ശേഷം മാത്രം ഒരു ലൈൻ ചാർജ് അല്ലെങ്കിൽ ലോങ് വയറിൻ്റെയും ഒരു ഷീറ്റിൻ്റെയും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചേക്ക്. പഠിച്ചതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ 10 ചോദ്യങ്ങളിൽ എത്ര അറിയുന്നു നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് ചെയ്യണം. ചാപ്റ്റർ 2-ൽ നമ്മൾ 8 ചോദ്യങ്ങളാണ് ഷുവർ ഷോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നാണ്. അതിൻ്റെ ഡെറിവേഷൻ പാർട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനി സമയമുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞ ആ ഡെഫിനീഷൻ പഠിക്കണം. ആ ഇൻ്റഗ്രേഷൻ പോട്ടെ, സമയമില്ലെങ്കിൽ സ്കിപ്പ്. പക്ഷെ അതിൻ്റെ ഡെഫിനീഷൻ പഠിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ചെറിയൊരു ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ, ആൻഡ് അതിൻ്റെ യൂണിറ്റും കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ശരി, ഇനി അടുത്തത് ഇയാളുമായി ബന്ധപ്പെട്ട നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൻ്റെ എന്തുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോളിൻ്റെ ഒരു ഡെറിവേഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് 2 പോയിന്റിലും പഠിക്കണം, ഇക്വിറ്റോറിയൽ പോയിന്റിലും പഠിക്കണം, ആക്സിയലിലും പഠിക്കണം. സത്യം പറഞ്ഞാൽ അത് ഒറ്റ ഡെറിവേഷനാണ്. അതിലൊരു വാല്യൂ, ഒരു ആംഗിൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്സിയലും കിട്ടും, ഇക്വിറ്റോറിയലും കിട്ടും. അടുത്ത ചോദ്യം സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഈ ചോദ്യം അങ്ങനെ തന്നെ നിങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട്. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ ആംഗിൾ എത്രയാണെന്നോ ചോദിക്കും. അങ്ങ് എഴുതിയേക്കണേ. വളരെ സിമ്പിൾ ചോദ്യമാണ് ഇത്. നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇനി വാട്ട് ഈസ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. എനിക്ക് ഈ ചാപ്റ്ററിൽ ഈ 8 ചോദ്യത്തിൽ ഏറ്റവും എനിക്ക് ഗ്യാരണ്ടി ഉള്ളൊരു ചോദ്യം ഈ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാനായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ വർക്ക് ഡണ്ണ് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ഇതെല്ലാം നമ്മൾ അയക്കുന്ന PDF-ൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൻ്റെ ആൻസർ ഏറ്റവും സിമ്പിൾ ഫോർമാറ്റിൽ നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് നിന്ന് പഠിച്ചേക്ക്. പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി 2 ചോദ്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. ബാക്കി ഈ ചാപ്റ്ററിൽ 4 ചോദ്യങ്ങൾ. യെസ്, അത് ഒന്ന് കപ്പാസിറ്റൻസ് എന്താണെന്നുള്ള ചോദ്യമാണ്. അതിനൊരു ഡെഫിനീഷൻ ഉണ്ട്. ഇക്വേഷൻ മാത്രമല്ല, അതിനൊരു ഡെഫിനീഷൻ ഉണ്ട്. ആ ഡെഫിനീഷൻ പഠിക്കണം, ഇക്വേഷൻ പഠിക്കണം, അതിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണെന്നും പഠിച്ചു വെക്കണം. റെഡി എങ്കിൽ ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതൊരു ടീച്ചർ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ടീച്ചർ മനഃപൂർവ്വം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം 2nd ചാപ്റ്ററിൽ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു B അല്ലെങ്കിൽ ഒരു സബ് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അതിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന വാട്ട് ആർ ദ മെത്തേഡ്സ് ടു ഇൻക്രീസ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് എന്നുള്ളതിൻ്റെ ഉത്തരവും നിങ്ങൾ പഠിക്കണം. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 മെത്തേഡെങ്കിലും നിങ്ങൾ പഠിക്കണം. നമ്മൾ 4 മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷെയർ ചെയ്യുന്ന PDF-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചോദിക്കും, C1 C2 C3 എന്ന് പറഞ്ഞ 3 പേര് ചോദിക്കും, ചിലപ്പോൾ 2 പേര്. എന്താണെങ്കിലും സീരീസിൻ്റെതാണെങ്കിലും പാരലൽ ആണെങ്കിലും ഈസി ആയിട്ട് പഠിക്കാം. ചെറിയൊരു മാറ്റം മാത്രമേ അവർ തമ്മിലുള്ളൂ. പഠിച്ചേക്കണേടാ, പഠിച്ചേക്കണേ. അപ്പോൾ ഈ 8 ചോദ്യങ്ങളാണ് ചാപ്റ്റർ 2-ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ചാപ്റ്റർ 3-യുടെ കേസ് ആണെങ്കിൽ ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യാനും അതിൻ്റെ ബേസിക് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. പക്ഷേ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ടഫാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ഓംസ് ലോൻ്റെ ലിമിറ്റേഷൻസ് നിങ്ങൾ പഠിക്കണം. കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓംസ് ലോക്ക് ഒരു വെക്ടർ ഫോം ഉണ്ട്, ആ വെക്ടർ ഫോമും നിങ്ങൾ പഠിക്കണം. കാരണം ഈ ഓംസ് ലോനെ നിങ്ങൾക്കറിയാം V പ്രൊപ്പോർഷണൽ ടു I അല്ലെങ്കിൽ V ഈക്വൽ ടു IR നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ അതൊരു വെക്ടർ ഫോർമാറ്റ് ഉണ്ട്. അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചില്ലെങ്കിലും അതിൻ്റെ എക്സ്പ്രഷൻ എങ്കിലും നിങ്ങൾ പഠിക്കണം. ഇനി വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നുള്ള ഡെഫിനീഷൻ നിങ്ങളെ കയ്യിൽ വേണം. എന്നിട്ട് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി, അതിൻ്റെ ഡെറിവേഷൻ പഠിച്ചാൽ മതി. ഡെറിവേഷനൊക്കെ ഒരു 3 സ്റ്റെപ്പിലുള്ള ഡെറിവേഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതങ്ങ് പഠിച്ചേക്ക് കേട്ടോ. ഇനി വാട്ട് ഈസ്
ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോഴും കുറയുന്ന സമയത്തും റെസിസ്റ്റിവിറ്റിയിലുള്ള മാറ്റം എന്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതിൽ അറ്റ്ലീസ്റ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നെങ്കിലും പഠിച്ചു വെക്കുക. പിന്നെ ഇയാൾക്കൊരു ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്, അത് നമ്മൾ ഷെയർ ചെയ്യാം. അത് പഠിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ കൂടുമ്പോൾ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും, കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം. ഇനി എഫക്റ്റീവ് EMF പഠിക്കാനുണ്ട്. ആരുടെയൊക്കെ? സെല്ലിൻ്റെ സീരീസിലും പാരലലും ഉള്ള ഒരു കുഞ്ഞു 2 സ്റ്റെപ്പുള്ള ഒരു കുഞ്ഞു എക്സ്പ്രഷനാണ്. അതങ്ങ് പഠിച്ചേക്ക് കേട്ടോ. പഠിക്കണം, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു 2 മാർക്കിനാണ് ചോദിക്കുക. ഇനി കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കിർച്ചോഫിൻ്റെ ലോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ചോദ്യം ടീച്ചർമാർ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ കിർച്ചോഫിൻ്റെ 2 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എന്ന് മാത്രം പഠിച്ചു വെക്കാതെ ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും എന്തെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. ജംഗ്ഷൻ റൂളും ലൂപ്പ് റൂളും. അപ്പോൾ പലർക്കും അത് അറിയില്ല. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ആണ്. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റൂളാണ് അല്ലെങ്കിൽ ലോ ആണ്. അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ടീച്ചേഴ്സ് ടഫ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കും. പ്രോബ്ലം നിങ്ങൾ അറിയുമെങ്കിൽ മാത്രം ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുക, അല്ലെങ്കിൽ സ്കിപ്പിങ്. ഇതെന്തായാലും നമ്മൾ പഠിപ്പിച്ചു തരും കേട്ടോ. നമ്മൾ റെക്കോർഡ് വീഡിയോയിൽ ഇതിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, വേറൊരു വീഡിയോയിൽ. റെഡി? ഇനി വിത്ത് ഫിഗർ എക്സ്പ്ലെയിൻ ദ ബാലൻസ്ഡ് കണ്ടീഷൻ ഫോർ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഈ ചാപ്റ്ററിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഒരു 4 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഫിഗർ വരയ്ക്കണം കേട്ടോ. വിത്ത് ഫിഗർ വരയ്ക്കാതെ നിങ്ങൾ പഠിക്കേണ്ട. ഫിഗർ വരയ്ക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം. അറ്റ് ബാലൻസ്ഡ് കണ്ടീഷൻ, കറണ്ട് ഒഴുകില്ല എന്ന കണ്ടീഷൻ എഴുതിക്കൊണ്ട് ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. 4 മാർക്ക് മിനിമം നിങ്ങൾക്ക് ഈ ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഗ്യാരണ്ടിയാണ്. ഇതൊക്കെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളെ പഠിച്ചാൽ മതി, വേറെ ആരും പഠിക്കേണ്ട. ഫോർത്ത്, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൻ്റെ തലേ ദിവസമായിട്ടുള്ള, അത് നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്ന അറിയില്ല, ഫിസിക്സിൻ്റെ നമ്മൾ മാരത്തോൺ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ വ്യാഴാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് വീഡിയോ കാണുന്ന അറിയില്ല, നിങ്ങൾ വേഗം ഈ ലൈവ് ലിങ്ക് എടുത്തു വെക്കുക. ഇതിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ മാത്രമല്ല, ഈ ചോദ്യങ്ങൾ എന്തായാലും അതിൽ ഡിസ്കസ് ചെയ്യും. ബാക്കി കാര്യങ്ങളും ന്യൂമറിക്കൽസും PYQും ഡിസ്കസ് ചെയ്യുന്ന മാരത്തോൺ ആയിരിക്കും. 0യിൽ നിന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ആൻഡ് കിഡിലിനായിട്ട് നിങ്ങൾക്കൊരു ഗിവ് അവേ കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു ഷവർമ ഗിവ് അവേ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ക്ലാസ് കാണുന്നതുമായി ബന്ധപ്പെട്ട ഒരു കുഞ്ഞു ഗെയിം. നിങ്ങൾ ആ ക്ലാസ് കണ്ടു എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതിയടാ, നിങ്ങൾക്കൊരു ഷവർമ, ഒരു രസമല്ലേ, ഒരു 5 പേർക്ക് നമ്മൾ ഗിവ് അവേ വരുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിന്നെ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ നമ്മൾ എന്ത് ചെയ്യും, ഇത് പഠിപ്പിക്കും. പിന്നെ രാത്രി കുറച്ചുകൂടി ഷുവർ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. ചാപ്റ്റർ 4ലോട്ട് പോവുകയാണെങ്കിൽ ചാപ്റ്റർ 4ൽ 12 ചോദ്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് എഴുതണം. അതിൻ്റെ ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും. എന്താണെന്ന് എഴുതണം, എന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പഠിച്ചാൽ മതി. എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ ഓണം എക്സാം. ഇനി മാഗ്നറ്റിക് ഫോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൽ കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഒരു കുഞ്ഞു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷൻ എങ്കിൽ അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക, ഡെറിവേഷൻ ഇല്ലെങ്കിൽ. ഇനി ഇയാളുടെ ഈ ചോദ്യം ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇവിടുന്ന് ടോട്ടൽ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 ചോദ്യങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, എക്സ്പ്ലെയിൻ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പാരലൽ ആയിട്ടോ പെർപെൻഡിക്കുലർ ആയിട്ടോ ഇൻക്ലൈൻഡ് ആയിട്ടോ എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. അപ്പോൾ അത് 3 രീതിക്കും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ പാരലായിട്ട് എൻ്റർ ചെയ്യുന്ന കേസ് ചോദിക്കും, ചിലപ്പോൾ പെർപെൻഡിക്കുലർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ആംഗിളിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 3ൻ്റെയും എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡിങ് ഫിഗർ നിങ്ങൾ പഠിക്കണം. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റണം. അത് നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റണം. സിമ്പിളായിട്ടുള്ള ഒരു നോട്ട് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും, അതിലുണ്ടാവും കേട്ടോ. ഇനി അതിൽ തന്നെ അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻക്ലൈൻഡ് ചെരിഞ്ഞിട്ട് കയറുന്ന സമയത്ത് ഉണ്ടാവുന്ന കേസിൽ അതിൻ്റെ ടൈം പീരീഡോ മേ ബി ഫ്രീക്വൻസി, ടൈം പീരീഡാണ് 90% ചാൻസ്, ഒരു 10% ഫ്രീക്വൻസി. അത് ഈ ടൈം പീരീഡ് കണ്ടാൽ തിരിച്ചിട്ടാൽ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ അതിൻ്റെ കേസിൽ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ടൈം പീരീഡ് കാണുന്ന എക്സ്പ്രഷൻ ചോദിക്കാറുണ്ട്. മസ്റ്റായിട്ട് പഠിച്ചേക്കണേ, ഡെറിവേഷൻ ചോദിക്കും. ഓക്കെ. ഇനി ബയോട്ട് സവാർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം, എന്നിട്ട് അതിൻ്റെ ഉറപ്പിച്ചോ ഈ ചോദ്യം ഉണ്ടാവും. അതിൻ്റെ വെക്റ്റർ ഫോം അവിടെ നിൽക്കട്ടെ. വെക്റ്റർ ഫോം ഞാൻ ഉറപ്പിക്കുന്നില്ല, പക്ഷേ ബയോട്ട് സവാർട്ട് ലോയുടെ അപ്ലിക്കേഷനായിട്ട് ഒരു ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. അതേതാ ഡെറിവേഷൻ? ആക്സിസ് ഓഫ് എ സർക്കുലാർ കറണ്ട് ലൂപ്പ്. ഒരു കറണ്ട് ലൂപ്പിൻ്റെ ആക്സിസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ എത്ര മാർക്ക് അറിയോ?
5 മാർക്കാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും വലിയ ഡെറിവേഷനാണ് എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്ററിൽ. നമുക്ക് ഓണത്തിനുള്ള ഏറ്റവും വലിയ ഡെറിവേഷൻ ഇത് തന്നെ ആയിരിക്കും. 5 മാർക്ക്, അറ്റ്ലീസ്റ്റ് ഒരു 4 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് എഴുതി വരച്ചോ, ഫിഗറും വേണം. എന്നിട്ട് അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് സെൻറ്റർ ഓഫ് ദ ലൂപ്പിൻ്റെ വാല്യൂ കൂടി ചോദിക്കും. അത് ഈ ഡെറിവേഷൻ കണ്ടിട്ട് എന്താ ചെയ്താൽ മതി, ഒരു എക്സിൻ്റെ ഒരു വാല്യൂ 0 കൊടുക്കുന്ന പരിപാടിയാണ്. അത് അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, റെഡി. ഇനി അടുത്ത ചോദ്യം, ആംബിയർ സർക്യൂട്ട് അല്ലോയിൽ നിങ്ങളോട് എന്ത് ചെയ്യാൻ ചോദിക്കും, സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളെ കയ്യിൽ വേണം. ഇനി അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അതിനൊരു സിംഗിൾ ഡെറിവേഷൻ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതേതാണ്, ഒരു സ്ട്രെയിറ്റ് ഇൻഫൈനൈറ്റ് കറണ്ട് ക്യാരിങ് വയർ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളതാ ഇങ്ങനെയുള്ളൊരു വയറുണ്ട്. ആ വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ആംബിയർ സർക്യൂട്ട് ലോൻ്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഒരു 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഇനി കുറച്ചും കൂടിയ മാർക്കിന് ഒരു 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താ അറിയോ, ഒരു സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അതും ഈ ആംബിയർ സർക്യൂട്ട് ലോൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ആംബിയർ സർക്യൂട്ട് ലോൻ്റെ ഉള്ളിൽ 2 ഡെറിവേഷൻ എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈനും കാണാം, ചിലപ്പോൾ സോളിനോയിഡും കാണാം. രണ്ടും കണ്ടേക്കാം. രണ്ടും കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പഠിച്ചേക്കണേ. ആംബിയർ സർക്യൂട്ട് ലോയിൽ എന്തായാലും ടോട്ടൽ ഒരു 5 മാർക്ക് ഈ ടോപ്പിക്കിൽ മാത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ, അതൊരു തിയറി ടൈപ്പ് ചോദ്യം. അതിൻ്റെ ടൈപ്പ് പറഞ്ഞുതരാം. ടീച്ചേഴ്സ് ചോദിക്കും, 2 പാരലൽ ആയിട്ടുള്ള 2 വയേഴ്സ്, ഓക്കെ, 2 കണ്ടക്ടേഴ്സ്. അതിൽ കറണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ രണ്ടും സെയിം ഡയറക്ഷനിൽ ഒഴുകുകയാണെങ്കിൽ ഇവർ അട്രാക്റ്റ് ആണോ ചെയ്യുക, റിപ്പൽ ആണോ ചെയ്യുക എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ ചിത്രം തന്നിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ ഡസ് 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ സെയിം ഡയറക്ഷൻ, മേ ബി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അവർ അട്രാക്റ്റ് ആണോ റിപ്പൽ ചെയ്യുകയാണോ നിങ്ങൾ ഡിഫറെൻറ്റ് കേസിൽ അറിഞ്ഞിരിക്കണം. ഇനി അവർക്കിടെയുള്ള ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി ഒരു ഡെറിവേഷൻ ഉണ്ട്. അതേതാണ്, ടോർക്ക് ഓൺ റെക്റ്റാങ്കുലാർ കറണ്ട് ലൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. എന്താ അറിയുക, ഇനി വരാൻ പോകുന്ന ഗാലനോമീറ്റർ അത് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ടോർക്ക് ഓൺ റെക്റ്റാങ്കുലാർ കറണ്ട് ലൂപ്പ് ഒരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ഡെറിവേഷനാണ്. ഇനി അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഷുവർ എന്ന് പറയുന്നത് ബയോട്ട് സവാർട്ട് ലോൻ്റെ ആ ഡെറിവേഷൻ പോലെ തന്നെയാണ് ഈ ഗാലനോമീറ്റർ. ആ ഗാലനോമീറ്റർ ഫിഗർ വരയ്ക്കേണ്ടി വരും. ഒരു സിമ്പിൾ ഫിഗർ വരച്ച് വെച്ചേക്ക്. എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ജസ്റ്റ് കഥ പറഞ്ഞാൽ പോരാ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി കൺവേർട്ട്, എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലേക്കും വോൾട്ട്മീറ്ററിലേക്കും. ഇതിലേതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ, 2 ചോദിക്കില്ല. ഏതെങ്കിലും ഒന്നേ ചോദിക്കൂ. പക്ഷേ നിങ്ങൾ 2ഉം പഠിക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. ഈ 2 ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ നോട്ടും ഇതിൻ്റെ ആൻസേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈസി ഫിസിക്സ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. താഴെ ലിങ്ക് ഉണ്ടാവും, നിങ്ങളത് പഠിക്കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നാളത്തെ മാരത്തോണും മറക്കണ്ട. എല്ലാവരും ലൈവിലോട്ട് വാ. ലൈവിൽ നമുക്ക് ഭംഗിയായിട്ട് ഇതെല്ലാം പഠിക്കാം.